ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വിശിഷ്ടാതിഥികളെ, എനിക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റ് ന്യൂ ജനറേഷൻ. ന്യൂ ജനറേഷനെ പറ്റി പറയുവാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മൊബൈൽ, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ന്യൂ ജനറേഷനാണ്. ചെറിയ ഫോണാണെങ്കിൽ അതൊരു ഓൾഡ് ജനറേഷനാണ്. പിന്നെ ഓരോ വ്യക്തികളുടെ ഡ്രസ് കോഡ് കണ്ടാലും നമ്മൾക്ക് മനസ്സിലാവും അവർ ഏത് ജനറേഷൻ കുട്ടികളാണെന്ന്. നമ്മൾക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലമുള്ള കുട്ടികളെല്ലാം ഇപ്പം നേരത്തെ ഓൾഡ് ജനറേഷനൊക്കെ ആണെങ്കിൽ ചിലർ പൊട്ടിട്ടുകൊണ്ട് വരും, ചിലരല്ലെങ്കിൽ അവരുടെ സാമുദായികമായ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് വരും. ഇന്ന് കുട്ടികളെല്ലാം ജീൻസാണ്. അപ്പം അത് ഏത് സമുദായമാണെന്നോ ഏത് വ്യക്തികളാണെന്നോ പോലും നമുക്ക് ന്യൂ ജനറേഷൻ കുട്ടികളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഒരു ദിവസം രാവിലെ ഇരുന്നാൽ വൈകിട്ട് വരെ ഒറ്റ ഇരിപ്പിരിക്കാനും ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റും. പക്ഷേ ഓൾഡ് ജനറേഷൻ അത് സാധിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചില കടമകളുണ്ട്. ന്യൂ ജനറേഷൻ രാവിലെ എഴുന്നേൽക്കുന്നത് രാവിലെ 12 മണിക്കാണ്. അവർ രാത്രി 2 മണിക്കാണ് അവർ ഉറങ്ങുന്നത്. ഇതൊക്കെയാണ് രണ്ട് ജനറേഷനുകളെ തെറ്റി നമുക്ക് ഒരുപാട് പറയുവാനുണ്ട്. പറഞ്ഞാലും തീരത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രസംഗ പരിശീലനത്തിന് വന്നിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള കമ്മിറ്റി അംഗങ്ങൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള മെമ്പർമാർ ഒരു 95% ഒരു ഓൾഡ് ജനറേഷനോട് ചേർന്നവരായിരിക്കാം. അവർക്കിതൊന്നിൻ്റെ ആവശ്യമില്ല. അവർക്കെല്ലാം അവരുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം ഉണ്ട് എന്ന് അമിതമായി വിശ്വസിക്കുവാണ് ആൾക്കാർ. ഇപ്പോൾ ന്യൂ ജനറേഷൻ ഒരു കുട്ടിക്കൊരു വിഷയം എന്തെങ്കിലും എവിടെങ്കിലും വെച്ചുണ്ടായാൽ, ബസ് സ്റ്റോപ്പിൽ വെച്ചോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എനിവേർ എവിടെങ്കിലും വെച്ച് ഒരു ഇഷ്യൂ ഉണ്ടായാൽ, നമ്മൾക്ക് ആണുങ്ങളാണെങ്കിൽ അവർ രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ച് പറയും. പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവരുടെ സുഹൃത്തിനെ, മറ്റുള്ള മാതാപിതാക്കളെ വിളിച്ചു. ഇപ്പോഴതൊന്നുമല്ല, പേരൻസിനെ വിളിക്കേയില്ല. അവരുടെ ഫാൻസ് അസോസിയേഷൻ ഇല്ല എങ്കിൽ അവരുടെ രാഷ്ട്രീയക്കാരുമായി അപ്രത്യക്ഷിതമായി അവരുടെ ആൺ സുഹൃത്തുക്കളോട് പറയാം, അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കളോട് പറയും. അവരത് കൈകാര്യം ചെയ്ത് ഫിനിഷ് ചെയ്യും. ഇന്ന് മറ്റാരുടെയും ആവശ്യങ്ങൾ ന്യൂ ജനറേഷൻ കുട്ടികൾക്കില്ല. കാര്യം നമ്മൾക്ക് ഓരോ സംഘടനകളാണ് കൂടുതലും പല ആൾക്കാർക്കും നമ്മളുടെ പല കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകുന്നത്. ചില കുട്ടികളുടെ ഫാമിലി മെയിൻ ഇഷ്യൂ ഉണ്ടായാൽ പോലും ഇന്നത്തെ ജനറേഷൻ കുട്ടികളുടെ ഒരു കാര്യവും പേരൻസ് ചിലപ്പോൾ അന്നേരം അറിഞ്ഞിരിക്കില്ല. അവർ പറയുന്നത് എൻ്റെ കൂടെ അവർ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കത്തില്ല. അല്ലെങ്കിൽ അവരെയൊക്കെ സീനിയർ, അവരുടെ അങ്കിൾ, അല്ലെങ്കിൽ അവരുടെ മൂത്ത ഫാദർ, അല്ലെങ്കിൽ വലിയച്ഛനും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരും പറയുന്നത് അവർ കേൾക്കില്ല. അവർ പറയുന്നത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു നീ ഇങ്ങോട്ട് പോകും, അവരങ്ങോട്ട് പോകും, നീ നാളെ ക്ലാസ്സിന് പോകണ്ട, നീ ആ വിവാഹത്തിന് ഒരു പെണ്ണ് തന്നിട്ട് ഒരു പയ്യന് വിവാഹം ആ പയ്യൻ നീ നോക്കണം, അത് വേണ്ട. ചിലപ്പോൾ അങ്ങനെ തന്നെ അന്നേരം ഈ പെൺകുട്ടി പറയും എനിക്കത് വേണ്ട. അത് ആര് പറഞ്ഞു? അത് എൻ്റെ കൂട്ടുകാരി. ആ പയ്യന് മുൻപ് ഞാൻ ഇവിടെ വെച്ചോ വേറൊരു പെൺകുട്ടിയുടെ കൂടെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യം. പക്ഷേ അത് വേറെ ഏതെങ്കിലും സാഹചര്യത്തിലാവാം. പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് അവരത് മനസ്സിലാക്കുന്നില്ല.
ന്യൂ ജനറേഷൻ കുട്ടികൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ ആണ് ഈ ലൈഫിൽ ഏറ്റവും കൂടുതൽ എല്ലാം കണ്ട് ആസ്വദിച്ചവർ. മൊബൈൽ, ഇൻ്റർനെറ്റ്, മീഡിയ, സോഷ്യൽ മീഡിയ, ന്യൂസ് ചാനലുകൾ ഒരുപാട്. പണ്ട് ഒരു 25-30 വർഷങ്ങൾക്ക് മുന്നേ ഒറ്റ ചാനൽ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഓരോ ഗ്രാമത്തിലും ഇന്ന് ഡിജിറ്റൽ ഇന്ന് വന്നിട്ട് യൂട്യൂബ് ചാനലാണ്. പക്ഷേ ഇന്നത്തെ തലമുറയുടെ ഒരു സാഹചര്യങ്ങളാണ് നമ്മളിവിടുന്ന് എത്തിപ്പെട്ടത്. അതും നമ്മൾ ഒരു നിസ്സാരമായി കണ്ടുകൂടാ. പഴയ തലമുറ എന്നല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ തലമുറയിൽ. ഞാൻ വേറൊരു കമ്മ്യൂണിറ്റിയിലുണ്ട്. ഞാൻ ഒരുപാട് കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ പോയി ഞാൻ തേടിപ്പോകുന്ന ഒരാളാണ് ഞാൻ 3 ദിവസം ഞാൻ ഒരു വ്യക്തിയുടെ, ഞാൻ ആരെയും കൊച്ചാക്കി പറയില്ല, ഒരു വ്യക്തിയുടെ ഇതേപോലെയുള്ളൊരു ക്ലാസ്സിന് ഞാൻ 3 ദിവസം കോഴിക്കോട് സ്റ്റേ ചെയ്ത്, അവിടെ ഒരു ചർച്ചിലാണ്. പക്ഷെ നടത്തിയത് ഒരു മുസ്ലിം വ്യക്തിയാണ്, അതും പട്ടാമ്പിക്കാരനാണ്. ഇതിൽ കൂടുതൽ പറയില്ല, പട്ടാമ്പിക്കാരനാണ് ആള്, കോഴിക്കോടാണ്. ഞാൻ 3 ദിവസം ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. അതെനിക്ക് തോന്നുന്നു ഒക്ടോബർ, ഒരു 6 മാസമായി. അപ്പം കമ്മ്യൂണിറ്റി അവർ എപ്പോഴും ഇങ്ങനെ 3 മന്ത് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അന്നേരം സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഓരോ ജില്ലയിലും വിഷയങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് മാറുന്നു. ഓരോ ജില്ലയിലും ഓരോ കോർഡിനേറ്റർ, ഓരോ സംഘാടകർ. അന്നേരം സാറിന് വന്നിട്ട്, ഫൈസൽ സാറിന് വന്നിട്ട് അടുത്ത ജില്ലയിൽ കൊല്ലം അല്ലെങ്കിൽ ആലപ്പുഴ, എറണാകുളം, ഓരോ എറണാകുളം ജില്ലയ്ക്ക് ഇന്ന അടുത്തൊരു മീറ്റിംഗ് വെച്ചാൽ എനിക്കും ഈ സംഘടനയിലുള്ളവർക്ക് എല്ലാവർക്കും അവിടെ നിന്ന് വരാം, ഒന്ന് ഗെറ്റ് ടുഗദറാക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വളർന്ന് വരുവാണ്. അന്നേരം ഞാൻ ആ മീറ്റിങ്ങിൽ 3 ദിവസം പോയി. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് അവിടെ കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല, ആരാണെന്ന് ഞാൻ പറയത്തില്ല, ആരെയും നമ്മൾ ചെറുതാക്കുകയില്ല. പക്ഷെ ഒരുപാട് ആളുണ്ടായിരുന്നു, ഒരുപാട് വ്യക്തികളുണ്ട്, പല ജില്ലയിൽ നിന്നും ഉണ്ടായിരുന്നു. ബട്ട് അത് വേറെ ഒരു തലത്തിലേക്കുള്ളൊരു ട്രെയിനിങ്ങാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ വേറെ കാര്യങ്ങൾ അവിടെ നേടാൻ പറ്റും എനിക്കത്. ഓക്കെ, എൻ്റെ മേഖലയാണ്. പിന്നെ അതുകൂടാതെ ഞാൻ പാലക്കാടുള്ള ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു. ദിവസവും രാവിലെ 8 മണിക്ക് മൊബൈലിൻ്റെ മുന്നിൽ ഇരിക്കുക, വീഡിയോ വരിക, സംസാരിക്കുക, സ്പീച്ച് ചെയ്യുക, കുറേ കാര്യങ്ങൾ അതും ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് സാധിച്ചത്. ഓക്കെ, അന്നേരം അവിടെ ഒന്നും നമ്മൾക്കൊരവസരങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മൈക്ക് വെച്ച് അത്രത്തോളം അങ്ങോട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളുടെ സ്റ്റേജ് ഫ്ലോർ മാറുക, നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വിടുക എന്നുള്ളതാണ്. സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ഒരു വാചകം പറയുന്നുണ്ട്, നമ്മൾ പ്രസംഗം പരിശീലിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നേടാൻ പറ്റൂ. അല്ലാതെ എഴുതി പഠിച്ചുകൊണ്ടോ കാണാതെ പഠിച്ചതുകൊണ്ടോ ഒന്നും ആ പരിശീലനം നേടാൻ പറ്റുന്നതല്ല. ന്യൂ ജനറേഷൻ കാര്യങ്ങൾ നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. നല്ല ഫുഡുകൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നല്ല ന്യൂ ജനറേഷൻ കുട്ടി ഒരുപാട് ഹോട്ടലുകളാണ് ഇപ്പം കൂടുതലായിട്ടും വരുന്നത്. പിന്നീട് നമുക്ക് എല്ലാം പണ്ട് ഓൾഡ് കാലം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലുള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടാൻ കുറേ നാളുകൾ കഴിയുമായിരുന്നു. ഇപ്പോൾ എന്തൊരു പുറം രാജ്യങ്ങളിലായാലും എവിടെയായാലും ഉണ്ടായാലും പെട്ടെന്ന് തന്നെ നമുക്കത് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനും അതിനെപ്പറ്റി പഠിക്കുവാനും അവസരമുണ്ട്. ഇന്ന് ഒരുപാട് പുതിയ തലമുറ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ അതവർ പ്രയോജനപ്പെടുത്തുന്നില്ല. നമ്മൾ എത്രത്തോളം പൈസയുണ്ട്, നമ്മൾ നല്ലൊരു മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ല 2 വാക്ക് സംസാരിക്കാൻ പരിശീലിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ കാലഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. കാര്യം അവരവരുടെ മനസ്സിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തും മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുമെല്ലാം നമുക്ക് നമ്മുടെ അറിവുകളെ കൂട്ടാൻ പറ്റും. പണ്ട് കാലത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു കമ്പനി ഉണ്ട്.
ആ കമ്പനിയിൽ എൻജിനീയർമാരായിരുന്നല്ല. ഈ എൻജിനീയർ പിന്നെ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് ഈ ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു വീട് മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഒരു വീട്, ഈ ബിൽഡിങ് എങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് 100 മീറ്റർ മാറി ഇതേപോലെ ഈ വീട് എടുത്തുകൊണ്ട് പോവാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പം ഇപ്പോൾ സിവിൽ ഇതിനകത്തുണ്ടെന്നോ, സിവിൽ എഞ്ചിനീയർ ഉണ്ടെന്ന് തോന്നില്ല അല്ലേ? അത് സാധിച്ചതാണ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ കോയമ്പത്തൂരോ അതോ പാലക്കാട് എവിടെയോ ഒരു സ്ഥലത്താണ്. നമ്മുടെ ഈ സ്ട്രക്ചർ മൊത്തത്തിൽ, ഈ ബിൽഡിംഗ് മൊത്തത്തിൽ അടിയിൽ ഇങ്ങനെ 4 സൈഡ് ചെയ്ത് റെയിൽവേ പാളം അടിയിൽ കൂടെ വെച്ച് ഇതിനെ മൂവ് ചെയ്ത് ഇത്രയും കാര്യം ഇതിനെ ചുറ്റി വളച്ച് അടിയിൽ കൂടെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ആ പോകുന്ന വഴി എങ്ങനെ നിരത്തിയിട്ടിരിക്കുക. അങ്ങ് ഒരു 100 മീറ്റർ അകലെ ഈ വീട് അതേപോലെ കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കും. ഇതൊക്കെ ഒന്ന് പുതിയ തലമുറയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളും അറിവുകളും നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് കാണാനും കേൾക്കാനും ടെക്നിക്കലായിട്ടും എല്ലാം നമുക്ക് സാധിച്ചു. ഞാൻ കൂടുതലായിട്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു. ഏവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, ഇന്ന് ബ്രൈറ്റ് അക്കാദമി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പോലെ തന്നെ ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം മനസ്സും ആരോഗ്യവും എന്ന വിഷയമാണ്. തീർച്ചയായും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. ഇന്ന് ഈ ഒരു പുതുതലമുറയിൽ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന്, മുമ്പ് കാലങ്ങളെ അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ മാനസികമായിട്ട് ഒരുവിധം ആളുകളെല്ലാം സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു ആരോഗ്യമുള്ള മനസ്സിന് ഉടമയാകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു വലിയ കാര്യമാണ്. അതിനെ നാം ഓരോരുത്തരും വേണ്ടത് നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുവാൻ അതിന് പറ്റിയ കൂട്ടുകാർ, ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ കൂട്ടുകാർ, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, ഇവരുമായിട്ടുള്ള നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും നല്ല ഒരു ആരോഗ്യമുള്ള മനസ്സിന് ഉടമയാകാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും അതുപോലെ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും പല വിഷമങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. അത്തരം വിഷമങ്ങൾ നമ്മുടെ ആരോഗ്യകരമായ മനസ്ഥിതിയെ ബാധിക്കും. ഇത്തരം ജോലിസ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ ഒരുപക്ഷെ നമ്മുടെ
കുടുംബകാര്യങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തിരിച്ചും നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വിഷയങ്ങൾ അതിൻ്റെ അനുബന്ധപ്പെട്ട മാനസിക ആരോഗ്യം കൊണ്ട് അത് നമ്മുടെ കരിയർ ലൈഫ്, ജോലി സംബന്ധമായ സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും അത് ബാധിക്കും. ഇത്തരം അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആ വിഷയം തീർച്ചയായിട്ടും അതൊന്ന് സ്റ്റഡി ചെയ്യുക, ഒന്ന് പഠിക്കുക. അത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് അതൊന്ന് ചർച്ച ചെയ്ത് അത്തരം പ്രയാസങ്ങളും അനുഭവങ്ങളും അവിടെ വെച്ച് തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി അതിനുള്ളൊരു സൊല്യൂഷൻ അവിടുന്ന് തന്നെ തീർപ്പാക്കുകയാണെങ്കിൽ ഈ രണ്ട് മേഖലകളിലും, കുടുംബവും നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്കും അത് മെർജ് ചെയ്യാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധപ്പെട്ട് തന്നെ മാനസികമായ ആരോഗ്യം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു റൂട്ടീൻ, ഒരു ദിനചര്യ നാം വളർത്തേണ്ടതുണ്ട്. അത് ഉദാഹരണമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയക്രമം, പിന്നെ നമ്മുടെ ഒരു കായിക ആരോഗ്യം നിലനിർത്തേണ്ട ജോഗിങ്, നടത്തം, അതുപോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ജിംനേഷ്യം, അതുപോലെയുള്ള കായിക ആസ്വാദനം കിട്ടുന്ന രീതിയിൽ നമ്മുടെ ദിനചര്യ നാം അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഓരോ മേഖലകളിൽ നിന്നും നമുക്ക് ഒരു ആരോഗ്യകരമായ ഒരു കോൺഫിഡൻസ് ലഭിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആരോഗ്യകരമായ ഒരു മനസ്സിനും ഉടമയാകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഒരു ആരോഗ്യകരമായ മനസ്സിന് ഉടമയാകുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നല്ല ഒരു വ്യക്തിയായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനുള്ളത്. ഈ വളരെ കാലിക പ്രസിദ്ധമായ ഈ ഒരു വിഷയവുമായി സംസാരിക്കുവാൻ അവസരം നൽകിയ ബ്രൈറ്റ് അക്കാദമിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച പ്രസംഗ പരിശീലന ക്ലാസ്സിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് കിട്ടിയ വിഷയം ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം എന്നതാണ്. വളരെ സമകാലികമായിട്ട് പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇത്. നമുക്കെല്ലാം അറിയാം, നാം എല്ലാം ഈ ഒരു മോഡേൺ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ഒരു യുഗത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
അവരുടെ കയ്യിലെല്ലാം മൊബൈൽ, അതുവഴി അവർ ലോകത്തിൻ്റെ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗ്ലോബൽ ഭാഷ ഉപയോഗിച്ചിട്ടാണ്. മോഡേൺ സയൻസിൻ്റെ കാര്യമാണെങ്കിലും മോഡേൺ ടെക്നോളജിയുടെ കുതിച്ചുചാട്ടമാണെങ്കിലും ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ മലയാളികളായ നമ്മളെ സംബന്ധിച്ച് ഈ പല മേഖലകളിൽ, തൊഴിലിടത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഏത് മേഖലകളിലാണെങ്കിലും നമ്മൾ പലപ്പോഴും പിന്തള്ളപ്പെടാറുണ്ട്. ഈ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു സംസാരത്തിനാണെങ്കിലും ഒരു ഫ്ലുവൻസി ആയിട്ട് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും മലയാളികൾ പലപ്പോഴും മറ്റ് സ്റ്റേറ്റിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളും അതുപോലെ മറ്റുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പരിചയക്കുറവാണ്, ഈ ഭാഷയുമായിട്ടുള്ള പ്രാക്ടീസിൻ്റെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഒക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്കില്ലുണ്ടോ എന്ന് പരിശോധിക്കുകയും എത്രത്തോളം അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന്. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ കൂടുതൽ ഇത് പേടിച്ചു പോകും, ഇത് തെറ്റുപോകും എന്നുള്ളൊരു പേടി ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിച്ചാൽ മറ്റുള്ളവരുടെ ഇടയിൽ സംസാരിക്കുന്നതോടെ തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു ഭയമുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ മദർ ടങ്ങിൻ്റെ ഒരു ഫുൾ ഓഫ് മദർ ടങ് എന്ന ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതിനിടയിൽ വരുന്ന മലയാള പദങ്ങളുടെ തള്ളിക്കയറ്റം കൊണ്ടും നമുക്കിത് കൂടുതൽ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരാറുണ്ട്. ഇതെല്ലാം മനഃശാസ്ത്രപരമായിട്ട് പല ടെക്നിക്കുകളുടെയും സ്ട്രാറ്റജികളുടെയും എടുത്ത് നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം മാറ്റി എടുക്കാൻ പറ്റും എന്നാണ് ഈ ഒരു വിഷയത്തെ പറ്റി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഇത്രയും സമയം എൻ്റെ ഈ ഒരു പ്രസംഗം ശ്രമിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ബ്രൈറ്റ് അക്കാഡമി ചെയർമാൻ അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്നത്തെ സെമിനാറിലെ വിഷയം വ്യായാമത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മോഡേൺ യുഗത്തിൽ നമുക്ക് വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ മുഴുകിയത് കൊണ്ട് വ്യായാമം ചെയ്യുക എന്നതിന് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പല മാരക രോഗങ്ങളും പിടിപെട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ട്. അപ്പോൾ വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് നമ്മൾ ഈ വ്യായാമം എന്ന ഒരു പ്രവർത്തനത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ മുൻപൊക്കെ വ്യായാമം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്തൊക്കെ ഒന്നെങ്കിൽ രാവിലെ തന്നെ ഫുട്ബോൾ കളിക്കാനോ അതുപോലെ തന്നെ മറ്റ് കളിയിലൊക്കെ കുട്ടികളൊക്കെ ഏർപ്പെടാറുണ്ടായിരുന്നു. ഇന്ന് അതൊന്നും നമുക്കങ്ങനെ തുടക്കത്തിൽ കാണാൻ സാധിക്കാറില്ല. പ്രത്യേകിച്ചും പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് കുട്ടികളെ പഠിക്കാനാണ് കൂടുതൽ രക്ഷിതാക്കളൊക്കെ പ്രാധാന്യം നൽകാറ്. അപ്പോൾ അവർക്ക് ഈ ഗെയിംസ് ഇങ്ങനത്തെ യോഗ അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടി അവർക്ക് വേണ്ട പ്രാധാന്യം നമ്മൾ അവരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും പ്രാക്ടീസ് നൽകണം. അതുപോലെ തന്നെ മുൻപൊക്കെ കായികപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനത്തിലായിരുന്നു ആളുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
ഇന്ന് കൂടുതലായിട്ടും ഈ സേവന മേഖലകളിലേക്കാണ് ആളുകൾ കൂടുതൽ മാറിയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ കൂടുതൽ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ പ്രാധാന്യം പൊതുവെ ജോലികൾക്ക് പ്രാധാന്യം പൊതുവെ കുറവാണ്. എല്ലാവരും സേവനമായിട്ടുള്ള അത്തരം മേഖലകളിലേക്കായിട്ട് ആളുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതശൈലിയും അതിനോട് യോജിച്ച രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ഗ്രാമവും നഗരവും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. 2ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം തന്നെ ഈ ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ എങ്ങനെയത് ആ കഥ വരുന്നതെന്ന് വെച്ചാൽ, നഗരത്തിലെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ വെക്കേഷനാകുമ്പോൾ ഗ്രാമപ്രദേശത്തേക്ക് പോകണം, അച്ഛൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് ആ ഒരു പാഠഭാഗത്ത് വിവരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നഗരപ്രദേശം എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച റോഡ്, വാഹനങ്ങൾ, ചീറിപ്പായുന്ന വാഹനങ്ങൾ, ഫ്ലാറ്റുകൾ, തീവണ്ടി, വലിയ കൂറ്റൻ പാലങ്ങൾ, കൂറ്റൻ കെട്ടിടങ്ങൾ, അങ്ങനെയൊക്കെ കടന്ന് അവരിങ്ങനെ യാത്ര പോയി അച്ഛൻ്റെ നാട്ടിലെത്തുമ്പോഴുള്ള ആ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി, പിന്നെ തെങ്ങുകൾ, പുഴ, തോട്, പാടം ഒക്കെയുള്ള മനോഹരമായ കാഴ്ചകൾ വർണ്ണിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഗ്രാമപ്രദേശത്തെ ജീവിതം നഗരപ്രദേശത്തെ ജീവിതം തമ്മിലുള്ള ഒരു വ്യത്യാസം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമപ്രദേശത്തുള്ളൊരു സ്കൂളാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു പാടത്തിൻ്റെ തൊട്ടടുത്ത്, തോടും പാടമൊക്കെ ഉള്ള അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ നമ്മളെ പാരൻസിനായിട്ടൊക്കെ നമ്മളെപ്പോഴും നിരന്തരം കോൺടാക്ട് ചെയ്യുന്നതാണ്, ചെറിയ മക്കളായതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കത് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. ഞാൻ ഇതിന് മുന്നേ ടൗണിലുള്ള നഗരപ്രദേശത്തുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു സംസ്കാരം, അവരുടെ സ്വഭാവ രീതിയും ഒക്കെ വ്യത്യാസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഗ്രാമപ്രദേശത്തുള്ള പാരൻസ് എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടി നമ്മളായിട്ട് നല്ല കോപ്പറേറ്റീവാണ്. അവരുടെ മക്കളെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ്. പക്ഷേ നഗരപ്രദേശത്താകുമ്പോൾ പാരൻസ് കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്, കുറച്ചും കൂടി ഫോർവേഡഡ് ആണ്. അപ്പോൾ അവർ നമ്മളെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ 2ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു രക്ഷിതാവ് 1ാമത്തെ ദിവസം തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ സൗണ്ട്സ് വെച്ച് പഠിപ്പിക്കണമെന്ന്. എനിക്കറിയാം, ഞാൻ അതന്നെയാണ് ഫോളോ ചെയ്യാറുള്ളതും. അതിന് മുന്നൊക്കെ ഞാൻ കുട്ടികളെ ഇംഗ്ലീഷ് റീഡ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ഒരു പാഠഭാഗം വായിപ്പിക്കുകയാണെങ്കിൽ അതിലെ ഓരോ വേർഡ്സും അതിലുള്ള സൗണ്ട്സാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുക. അപ്പോൾ എന്നാലാണ് കുട്ടികൾക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ABCD, നമ്മളെ പഴയ കാലത്തെ ABCD, ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ കുട്ടികളാണ്. അപ്പോൾ ആ ABCD അല്ല, നമ്മൾ ടീച്ചേഴ്സും ആ ഒരു രീതിയിലേക്ക് മാറണം. A എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗണ്ട് ആ എന്നാണ് വരുന്നത്, B എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗണ്ട് B എന്നാണ് വരുന്നത്. ആ രീതിയിൽ പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ബോൾ എന്ന് പറയുമ്പോൾ BALL എന്ന് പഠിപ്പിക്കാതെ BALL എന്ന് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് റീഡ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു പേരൻ്റ് ഫസ്റ്റ് ഡേയിൽ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് പറയുന്ന പോലെ, ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ല, അപ്പോൾ തന്നെ വന്നിട്ട് പറയാണ്, അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് കേട്ടോ, മക്കളെ സൗണ്ട് വെച്ച് പഠിപ്പിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് എന്നുവെച്ചാൽ ഒന്നും കൂടി ഫോർവേഡഡ് ആണ് നഗരപ്രദേശത്തെ പാരൻസ് എന്നാണ് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഉദ്ദേശിച്ചത്. പിന്നെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴും യാത്രകൾ പോകാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മളെപ്പോഴും പോകാൻ ഇപ്പം ഞങ്ങൾ വെക്കേഷനാണ്, ഒരു സ്റ്റാഫ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുക ഒരു ഗ്രാമപ്രദേശമായിരിക്കും. നഗരപ്രദേശത്തിനേക്കാളും കൂടുതലും നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് ഗ്രാമപ്രദേശമാണ്. ഇപ്പം നമ്മളൊരു ടീച്ചറുടെ ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് ഞങ്ങൾ ഇതുപോലെ ഒരു നല്ലൊരു കാമൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ച് ആ കാറ്റും നല്ലൊരു ശാന്തമായ സ്ഥലം, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ലൈഫ്, ഞാൻ എൻ്റെ ഒരു
ലൈഫ് ഞാൻ പറഞ്ഞു, ഞാനിപ്പം പഠിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലാണ്. അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. എന്നെ കല്യാണം അയച്ചത് ഭയങ്കര ടൗണിലേക്കാണ്. അവിടെ അടുത്തുള്ള സ്കൂളായിരുന്നു. ഇതിന് മുന്നേ വർക്ക് ചെയ്തത് ടൗൺ സ്കൂളിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഇപ്പോൾ എന്നെ കല്യാണം അയച്ചു കൊണ്ടുപോയ വീട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്. അൽസലാമ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പല പല ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളെ കിണറിലെ വെള്ളം, ആ ഒരു ആശുപത്രിയിലുള്ള മലിനമായ വെള്ളം ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, കുടിക്കാൻ അത് പറ്റുന്നില്ല. പിന്നെ നമ്മൾ തിളപ്പിച്ചിട്ടായാലും ഫിൽറ്റർ യൂസ് ചെയ്തിട്ടായാലും അങ്ങനെ പല പല എനിക്ക് ആദ്യമൊക്കെ നല്ലോണം ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴൊന്നും വലിയ പ്രശ്നമില്ല. എങ്കിലും നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. നല്ലൊരു കുടിവെള്ളം കിട്ടുക എന്നുള്ളത് അല്ലേ നമ്മുടെ ഏറ്റവും നമുക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ് വെള്ളം, കുടിവെള്ളം അല്ലേ. പിന്നെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ നല്ലൊരു